ഇതെവിടേക്കാണ് ഈ പോകാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നല്ലേ? ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല. നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായി നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടൊന്ന് പുറത്ത് പോവുകയോ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ട്. എനിക്ക് ഡ്യൂട്ടി തുടങ്ങിയപ്പം മുതൽ ഞാൻ വരുമ്പോൾ ബിനീഷേട്ടൻ പോവും. ബിനീഷേട്ടൻ വരുമ്പോൾ ഞാൻ പോവും. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ അപ്പുക്കുട്ടൻ ഇപ്പോൾ ആണെങ്കിൽ സ്കൂളും അടച്ചിരിക്കുവാ. അപ്പോൾ അവനും ആണെങ്കിൽ വീട്ടിലിരുന്ന് ആകെപ്പാടെ ബോറടിച്ചു. അപ്പം ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞു, ഇന്ന് എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു അപ്പുക്കുട്ടനാണെങ്കിലും ഇങ്ങനെ വീട്ടിനകത്തിരുന്ന് ശരിക്കും മടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ എന്തായാലും പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ചിക്കൻ സൂപ്പ്. ചിക്കൻ ക്ലിയർ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അപ്പുക്കുട്ടന്. അപ്പോൾ ആദ്യമേ തന്നെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ നൂൽ പൊറോട്ടയും ബീഫ് കറി ആയിരുന്നേ. എനിക്ക് നൂൽ പൊറോട്ടയും ബീഫ് കറിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടുത്തെ ബീഫ് കറി എനിക്ക് അത്ര അങ്ങോട്ടേക്ക് ടേസ്റ്റ് പോരാൻ തോന്നി കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു വറുത്തരച്ച ആ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ വിനീഷേട്ടൻ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ കൂടത്തിൽ ചായയും. അങ്ങനെ നമ്മളിതാ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പുക്കുട്ടന് ഒരു ജ്യൂസ് വേണം കേട്ടോ. അങ്ങനെ ദാ ഗ്രേപ്സിൻ്റെ ജ്യൂസ് മേടിച്ചു കൊടുത്തു. ആ ജ്യൂസ് എന്തായാലും അപ്പുക്കുട്ടൻ മുഴുവനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് വളരെ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പുക്കുട്ടൻ ഇങ്ങനെ ജ്യൂസ്, ഐസ്ക്രീം അതിനോടൊക്കെയാണ് കൂടുതലും താല്പര്യം. പിന്നെ ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ടയേർഡായി. ഇനി വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ ഇത്ര